സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം മുതൽ വായിക്കുകയാണ്. കേൾക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനും അല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനും അല്ല, ശീതോഷ്ണവാൻ ആകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും എന്ന് ഇവിടെ ദൈവം പറയുകയാണ്. നാം അന്ത്യകാലത്താണ് ആയിരിക്കുന്നത്. ലോകാവസാനത്തിൻ്റെ നാളുകളിലാണ് നാം ആയിരിക്കുന്നത്. അന്ത്യകാലത്ത് നടക്കുന്നതായ സംഭവങ്ങൾ അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ലോകത്തിൽ യുദ്ധങ്ങൾ ഉണ്ടാകുന്നു, ക്ഷാമങ്ങൾ ഉണ്ടാകുന്നു. കർത്താവിൽ വിശ്വസിക്കുന്നതായ ആളുകൾക്കും പ്രതികൂലം ഉണ്ടാകുന്നു. കഷ്ടത വർദ്ധിച്ചു വരുന്നു, വിശ്വാസം കുറഞ്ഞു പോകുന്നു, സ്നേഹം തണുത്തു പോകുന്നു. ഇങ്ങനെ പറഞ്ഞതെല്ലാം തന്നെ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഈ വെളിപ്പാട് പുസ്തകത്തിൽ ലോകാവസാനം നടക്കുവാനുള്ള സംഭവങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ കാലത്തുണ്ടായിരുന്നതായ 7 സഭകൾക്ക് ദൈവം കൊടുക്കുന്ന 7 സന്ദേശങ്ങൾ ഉണ്ട്. അതിൽ ഈ ലവോദിക്യ സഭ ഈ കാലത്തുള്ള സഭയ്ക്ക് സാദൃശ്യമാകുന്നു. ഇന്നുള്ള വിശ്വാസികളോട് കർത്താവ് പറയുന്നു, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. ഒരു വിഷയം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്യില്ല. കർത്താവ് എന്നെ അറിയുന്നുണ്ട് എന്ന സത്യം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും എല്ലാം അവന് അറിയാം. ഞാനൊരു വാക്ക് പറയുന്നതിന് മുൻപ് തന്നെ എൻ്റെ മനസ്സ് അവന് അറിയാം. നിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ എവിടേക്ക് ഓടി മറയും? ഞാൻ ആകാശത്തിൽ കയറിയാൽ നീ അവിടെയുമുണ്ട്. പാതാളത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ നീ അവിടെയും ഉണ്ട്. ഇരുട്ടിൽ പോകാമെന്ന് വിചാരിച്ചാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിട്ട് ഇല്ല എന്ന് ഗ്രഹിക്കുന്നതായ വിശ്വാസിക്ക് അന്ത്യദിനത്തിൽ തൻ്റെ വിശ്വാസത്തെ കാക്കുവാൻ കഴിയും. എന്നെ കർത്താവ് കാണുന്നുണ്ട്. നാം പലപ്പോഴും മനുഷ്യരെ സന്തോഷിപ്പിക്കുവാനാണ് പരിശ്രമിക്കാറുള്ളത്. മനുഷ്യന് മുൻപിൽ ഭക്തിയായിട്ടിരിക്കുവാൻ വേണ്ടി ശ്രമിക്കും, നല്ലതായിട്ടിരിക്കുവാൻ ശ്രമിക്കും, മര്യാദയോടുകൂടി ജീവിക്കാൻ വേണ്ടി നാം ശ്രമിക്കാറുണ്ട്. ഏതു സമയത്തും മനുഷ്യരുടെ പുകഴ്ച കിട്ടാൻ വേണ്ടി എന്തെങ്കിലും നാം ചെയ്യുവാൻ പരിശ്രമിക്കും. എന്നാൽ നമ്മെ എപ്പോഴും കാണുന്നതായ ദൈവത്തെ സന്തോഷിപ്പിക്കണമെന്ന് പറഞ്ഞ്, അവൻ്റെ മുൻപിൽ നന്നായിരിക്കണമെന്ന് പറഞ്ഞ് ആശിക്കുന്നവനാണ് യഥാർത്ഥമായ ക്രിസ്ത്യാനി. യോസെഫ് കോമളനായിരുന്നു, നല്ല സുന്ദരനായിരുന്നു. നല്ല ടീനേജ് പ്രായത്തിൽ ആയിരിക്കുമ്പോൾ പോത്തിഫറിന്റെ ഭാര്യ അവന്റെ മേൽ ദൃഷ്ടിവെക്കുവാനിടയായി. അവൻ പോകുന്നിടത്ത് അവനെ പിന്തുടരുവാനിടയായി. നിന്നെ കാണുവാൻ നല്ല ഭംഗിയുണ്ട്, സൗന്ദര്യമുണ്ട്, ശരീരം നല്ലതാണ് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ വഞ്ചിതരാകരുത്. കബളിക്കപ്പെടുവാൻ പാടില്ല. അവർ നിങ്ങളെ പുകഴ്ത്താൻ പറയുന്നതാണ്. ഹോ, നിന്നെ കാണുമ്പോൾ ആ നടിയെപ്പോലെ തന്നെയുണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും പുകഴാൻ പാടില്ല. നിന്നെ വെറുതെ സോപ്പിടാൻ പറയുന്നതാണ്. എപ്പോഴും ദൈവമക്കളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ പിശാച് പിന്തുടർന്നുകൊണ്ടേയിരിക്കും. പിശാച് എന്ന് പറയുമ്പോൾ വലിയ കൊമ്പൊക്കെ വെച്ചിട്ട് വരുന്നവരല്ല. നമുക്കറിയാം അവൻ്റെ തന്ത്രം. നിന്റെ ഫ്രണ്ടിനെ പോലെ ഒരു ബോയ് ഫ്രണ്ടായിട്ട്, ഒരു ഗേൾ ഫ്രണ്ടായിട്ട്, അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ട് നിനക്ക് നല്ല ഉപദേശങ്ങളൊക്കെ തന്നുകൊണ്ട് നിന്റെ പിറകെ വരുവാനിടയാകും. വഞ്ചിതരായി പോകരുത്, പറ്റിക്കപ്പെടരുത്. അവളോടൊപ്പം ആയിരിക്കുവാനോ അവളോട് സംസാരിക്കുവാനോ യോസെഫ് ഇഷ്ടപ്പെട്ടില്ല എന്ന് ബൈബിളിൽ പറയുന്നു. ഒരു ദിവസം അവൻ്റെ വസ്ത്രം പിടിച്ചു വലിച്ചു. യജമാനെ ഞാൻ അയച്ചിരിക്കുന്നു, പണിക്കാരെയെല്ലാം ഓരോരോ സ്ഥലങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഇപ്പോൾ ആരും ഇല്ല, എന്നോടൊപ്പം ശയിക്കൂ, നിന്നെ ഞാൻ അധികാരിയാക്കി മാറ്റാം എന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൻ്റെ വസ്ത്രം പിടിച്ചു വലിച്ച് ആരും ഇല്ലാത്തതായ ആ സമയത്ത് പരീക്ഷിച്ചപ്പോൾ ഞാൻ ശോധനയിൽ വീണുപോയി, സോറി എന്ന് പറയുകയല്ലായിരുന്നു. അതല്ലായിരുന്നു. യോസെഫ് എന്താണ് ചെയ്തത്? ദൈവത്തിൻ്റെ മുൻപാകെ ഇത്ര ഗൗരവമേറിയതായ പാപം ഞാൻ എങ്ങനെ ചെയ്യും? ദൈവത്തിൻ്റെ മുൻപാകെ
മനുഷ്യരാരും കാണുന്നില്ലെങ്കിലും ദൈവം എന്നെ കാണുന്നുണ്ട്. മുറിയിൽ ആരുമില്ല എങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടി എൻ്റെ മേലുണ്ട്. നീ എൻ്റെ യജമാനന്റെ ഭാര്യയാണ്, നീ എൻ്റെ മാതാവിന് തുല്യയാണ്. ഞാൻ എങ്ങനെ നിന്നോടൊപ്പം പാപം ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവളെ വിടുവിച്ചുകൊണ്ട് ഓടിപ്പോയി. ഈ കാലത്ത് അങ്ങനെയുള്ള യൗവനക്കാരാണ് വേണ്ടത്. ജാരത്വം ഉപേക്ഷിച്ച് ഓടിപ്പോവുക എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഈ കാലത്ത് എത്രയോ യൗവനക്കാർ ജാരത്വത്തെ അന്വേഷിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. നീ ചെയ്ത തെറ്റിനെ ഓർത്ത് നീ പശ്ചാത്തപിക്കുകയാണെങ്കിൽ എന്ന് പറയുന്ന ആളെ ദൈവം എന്തു ചെയ്യും? നിർത്തും. ഇപ്പോൾ എവിടെയാണ് തെറ്റ് ചെയ്യുന്നവർ? എവിടെയാണുള്ളത്? എന്താണ് വചനം പറയുന്നത്? നീ ശീതോഷ്ണവാനാകിയാൽ ഞാൻ നിന്നെ ഉമിണ്ണുകളയും. എപ്പോഴും വചനം നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും. അപ്പോൾ ഉമിണ്ണ് കളയുമെന്നാണോ അതോ കളഞ്ഞുവെന്നാണോ പറയുന്നത്? നിങ്ങളുടെ വായിൽ തുപ്പൽ നിറയുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് അറിയാമോ? ചില സമയത്ത് നമ്മുടെ വായിൽ കഫം വരുവാനിടയാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചൂടുള്ളതോ തണുത്തതോ ആയ എന്തെങ്കിലും കഴിക്കുമ്പോൾ നിങ്ങൾക്കത് തുപ്പണമെങ്കിൽ മറ്റുള്ള മുൻപ് വെച്ച് അത് തുപ്പിക്കളയുവാൻ കഴിയുകയില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കത് വായിൽ വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയൊന്ന് ആലോചിക്കൂ. തുപ്പാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ നമുക്കത് ഇറക്കാനും കഴിയില്ല, തുപ്പാനും കഴിയില്ല. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കാനിടയാകും. അതുപോലെ കർത്താവിൻ്റെ ദൃഷ്ടിയിലും ചില ആളുകൾ, ഞാൻ നിന്നെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ശിക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല. നിന്നെ നരകത്തിലേക്ക് വിടാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ കഴിയില്ല. നീ ചെയ്യുന്ന പാപപ്രവൃത്തികൾ കാരണം നിന്നെ തള്ളിക്കളയാൻ ആഗ്രഹമുണ്ട്, എന്നാൽ കഴിയുന്നില്ല. അങ്ങനെ ഇപ്പോഴും വായിൽ തന്നെ വെച്ചിരിക്കുകയാണ്. നീ പശ്ചാത്തപിക്കുകയാണെങ്കിൽ നിന്നെ താഴേക്ക് ഉമിണ്ണു കളയാതെ അവൻ വിഴുങ്ങുവാൻ ഇടയാകും. അവൻ നിന്നെ ഹൃദയത്തിൽ വയ്ക്കുവാൻ ഇടയാകും. അതാണ് യേശുക്രിസ്തുവിലുള്ളതായ മഹത്വം. തെറ്റ് ചെയ്യുന്നവരെയെല്ലാം തള്ളിക്കളയുന്നതല്ല, തെറ്റ് ചെയ്യുന്നവരെയെല്ലാം ഉമിണ്ണു കളയുന്നതല്ല. തെറ്റ് ചെയ്ത ആളുകളോട് ക്ഷമിക്കുവാനാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. നിങ്ങൾ തെറ്റുകൾ ചെയ്യുന്നുണ്ടോ? തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് ചെയ്തതായ തെറ്റുകൾ ഒരു വശത്ത് ഉണ്ടാകുമ്പോൾ അത് ഏറ്റുപറയാതിരിക്കുന്നത് വലിയ തെറ്റാണ്. നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ സകല പാപത്തിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് നമ്മെ നീതിമാന്മാരാക്കുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാകുന്നു. അനേക തവണ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു മോഹം കൊണ്ടാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യം കൊണ്ടാണോ അറിയില്ല, ഇക്കാലത്ത് അനേകം യൗവനക്കാരും അതുപോലെ വിവാഹം കഴിച്ച മക്കളുള്ള പുരുഷന്മാരും അതുപോലെ 60-70 വയസ്സുള്ള ആളുകൾ പോലും പരസ്ത്രീ വ്യാമോഹത്തിൽ പെട്ടുപോകുന്നത് കാണുന്നു. ഇത് യുവാക്കൾക്ക് വരുന്ന രോഗമാണെന്നാണ് വിചാരിക്കുന്നത്. യുവാക്കൾക്ക് മാത്രമല്ല. ശലോമോൻ വ്യഭിചാര പാപം ചെയ്തത് എപ്പോഴായിരുന്നു അത്രമാത്രം ആളുകളെ വിവാഹം കഴിക്കാനിടയായത്? എത്ര പേരെ വിവാഹം കഴിച്ചു? 1000 സ്ത്രീകളെ വിവാഹം കഴിക്കാനിടയാ. അയ്യോ, ഇന്ന് ഒരു സ്ത്രീയെ നോക്കുന്ന കാര്യത്തിൽ പോലും പുരുഷൻ നാനാവിധമായി കഷ്ടപ്പെടുന്ന സമയത്ത് 1000 ആളുകളെ വിവാഹം കഴിച്ചാൽ എന്തായിത്തീരും? അവന്റെ ഗതി കഷ്ടകാലമല്ലേ? എന്നാൽ ദൈവം ആ കാലത്ത് അത് കണ്ടിട്ടും കാണാതെ നിന്നു. എന്നാൽ ഈ കാലത്തായിരുന്നുവെങ്കിൽ ഓരോ പുരുഷനും സ്വന്തം ഭാര്യ ഉണ്ടായിരിക്കണം, ഓരോ സ്ത്രീക്കും സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കണം. ഭാര്യ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുകയാണ്. വിവാഹം വേർപെടുത്തിയാലും ചിലർ ചോദിക്കും, വിവാഹം വേർപെടുത്തിയതല്ലേ? അത് മോശയുടെ കാലത്ത് ന്യായപ്രമാണത്തിൽ പറഞ്ഞതല്ലേ? അന്ന് ഹൃദയത്തിന്റെ കാഠിന്യത്താൽ പറഞ്ഞതാണ്. എന്നാൽ ആദ്യം മുതൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. വിവാഹത്തിന് ശേഷം നിന്റെ ജീവിതം മുഴുവൻ നീ നിന്റെ ഭാര്യയോടൊപ്പം, നിന്റെ ഭർത്താവിനോടൊപ്പം, മരണം നമ്മെ വേർപിരിക്കുന്നവരെ നിന്നോടൊപ്പം തന്നെ കുടുംബജീവിതം നയിക്കണമെന്ന് ക്രിസ്തീയ വിവാഹത്തിൽ വാഗ്ദത്തം കൊടുക്കാറുണ്ട്. എന്നാൽ ഈ കാലത്ത് ശോധനകൾക്ക് വീണുപോകുന്നു, മോഹങ്ങൾക്ക് വീണുപോകുന്നു. എന്തുകൊണ്ടാണ്? ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, യേശുവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞു, സ്നാനപ്പെടുവാനിടയായി, ബൈബിൾ എടുക്കുവാനിടയായി, ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വരുന്നു. പിശാച് നിന്റെ പുറകെയുണ്ട്, ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് പറഞ്ഞ് ഗർജിക്കുന്ന സിംഹം പോലെ വരുന്നുവെന്ന് പറയുന്നു. അവന് ഒന്നിനും കൊള്ളാത്ത ആളുകളെ ആവശ്യമില്ല. അവന് ആരെയാണ് വേണ്ടത്? ദൈവത്തിന് പ്രയോജനപ്പെടുന്നവരെയാണ് വേണ്ടത്. പിശാച് ഇപ്പോഴും നിന്റെ ജീവിതത്തിൽ ഒരുപാട് ശോധനകൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് നീ വളരെ പ്രിയപ്പെട്ടവൻ ആകുന്നുവെന്നാണ്. നീ ഒരു പ്രയോജനമില്ലാത്ത വ്യക്തിയാണെങ്കിൽ പിശാച് നിന്റെ പുറകെ വരികയേ ഇല്ല. നിന്നിലുള്ള ശ്രേഷ്ഠമായ വിലയേറിയതായിട്ടുള്ള ഗുണങ്ങളെ, ദൈവത്തിന് വേണ്ടിയുള്ളതായ നിന്റെ താലന്തുകളെ എല്ലാം നശിപ്പിക്കുവാനായിട്ടാണ് അവൻ വരുന്നത്. അതുകൊണ്ട് ജാഗ്രത. നീ ഉഷ്ണവാനും അല്ല, ശീതവാനും അല്ല. നോക്കുക, ഇന്ന് ലോകത്തിൽ നോക്കിയാൽ ദൈവത്തെ അറിയാത്തവർ ഉണ്ട്, ദൈവത്തെ വിശ്വസിക്കാത്ത ആളുകളുണ്ട്, യേശുവിൽ വിശ്വസിക്കാത്തവർ ഉണ്ട്.
യേശു മറ്റുള്ള ദൈവങ്ങളെ പോലെ ഒരു ദൈവമാണെന്ന് പറയുന്നവരുണ്ട്. യേശു കർത്താവ് പ്രവാചകനാണെന്ന് പറയുന്നവരുണ്ട്. യേശു ക്രിസ്തു ഫോറിൻകാരുടെ ദൈവമാണെന്ന് പറയുന്നവരുണ്ട്. നമ്മുടെ ഭാരതത്തിന്റെ ദൈവമല്ല എന്ന് പറയുന്നു. അങ്ങനെ പല രീതിയിൽ ചിന്തിക്കുന്നു. അവർക്ക് യേശുവിനെ കുറിച്ച് അറിയില്ല. അവർക്ക് ഒരു കാര്യങ്ങളും അറിയില്ല. അവർ പാപം ചെയ്താൽ പാപമാണെന്ന് പോലും അത് അറിയില്ല. അവർക്ക് ഏത് പാപം ചെയ്താലും ശരി, ഞാൻ വളരെ വിദഗ്ധമായിട്ട് പാപം ചെയ്യുന്നു എന്നാണ് പറയാറുള്ളത്. ലജ്ജിക്കേണ്ട വിഷയങ്ങളിൽ പോലും അവർക്ക് ലജ്ജ വരില്ല. അവരെക്കുറിച്ചാണ് ശീതവാന്മാരെന്ന് പറയുന്നത്. നോക്കൂ, ഉഷ്ണവാൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിറഞ്ഞ് ദൈവത്തിനു വേണ്ടി വളരെ തീക്ഷ്ണതയോടെ നിന്നിരുന്നവർ, ജഡമോഹങ്ങളെ ജയിച്ച ആളുകൾ, ലോകത്തെ ജയിച്ചവർ, ലോകത്തിന്റെ ചിന്തകളെ ജയിച്ചവർ, മറ്റൊരു ആഗ്രഹമില്ല അവർക്ക്, മറ്റൊരു ലക്ഷ്യമില്ല അവർക്ക്. എനിക്ക് യേശുക്രിസ്തു മാത്രം മതി, അവനു വേണ്ടി ഞാൻ ജീവിക്കും, അവനാണ് എൻ്റെ സകലതും, എൻ്റെ ജീവൻ അവനു വേണ്ടിയാണ് എന്ന് ദൈവത്തിന് സമർപ്പിക്കുന്നവരാണ് ഉഷ്ണവാന്മാർ. പിന്നെ ശീതോഷ്ണവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശീതോഷ്ണവാൻ എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളുടെ കാപ്പി തണുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളത് കുടിക്കുമോ? വീണ്ടും അത് ചൂടാക്കിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ വേറെ കാപ്പി ഉണ്ടാക്കിക്കൊണ്ടുവാ എന്ന് പറയും. അല്ലാതെ തണുത്ത കാപ്പി കുടിക്കില്ല. എന്തുകൊണ്ടാണ്? അതൊന്നിനും കൊള്ളില്ല. ഈ ശീതോഷ്ണവാൻ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് അല്പം ഭക്തിയും ഇവിടെ അല്പം ലോകവും. എന്താണ്? അവിടെ കുറച്ച് ഭക്തിയും ഇവിടെ കുറച്ച് ലോകവും. കുറെ സമയം ദൈവം, കുറെ സമയം പിശാച്. ദൈവത്തിന്റെ ആലയത്തിലേക്ക് വരുമ്പോൾ കൈകളടിക്കും, പ്രൈസ് ദി ലോർഡ് എന്ന് പറയും. പിന്നീട് സിനിമാ ഹാളിലൊക്കെ പോയിട്ട് അവിടെ ചെന്ന് കരങ്ങളടിക്കും. ദയവ് ചെയ്ത് അശുദ്ധമായ കാര്യങ്ങളെ കാണരുത്. നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുക. ഞായറാഴ്ച ചർച്ചിൽ പോയിട്ട് തിങ്കളാഴ്ച നീ സിനിമാ ഹാളിൽ പോവുകയാണെങ്കിൽ നീ ഉഷ്ണവാനാണോ ശീതവാനാണോ? നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. നീ ആരാണ്? ശീതോഷ്ണവാനാകുന്നു. ഇവിടെ ഒരു രീതി, അവിടെ മറ്റൊരു രീതി. വീട്ടിൽ വരുമ്പോൾ ഭക്തി, വെളിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ റൗഡീസം അല്ലെങ്കിൽ ലോകം. സ്നേഹിതരെ കണ്ടാൽ ലോകത്തിന്റെ കഥകൾ. ചർച്ചിലേക്ക് വന്നാൽ പിന്നെ ദൈവത്തെ ആരാധന. ഇതല്ല. ഒന്നുകിൽ ഉഷ്ണവാനായിരിക്കുക, അല്ലെങ്കിൽ നിന്റെ ഇഷ്ടമാണ് സിനിമ കണ്ട് അങ്ങനെ ജീവിക്കണമെങ്കിൽ നീ അങ്ങനെ തന്നെ ജീവിക്കുക, അങ്ങനെ തന്നെ പോകുക. ആരും തടയില്ല. നീ മടുക്കുന്നത് വരെ നീ പോയി കാണുക. ദൈവം അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവസാനം നിനക്ക് തന്നെ അതിനോട് വിരക്തി തോന്നും. അതുകൊണ്ടാണ് ഈ കാലത്ത് നോക്കുക, അനേകം ആളുകൾ ആത്മഹത്യ ചെയ്ത് മരിക്കുന്നുണ്ട്. അവർ സന്തോഷം ആഗ്രഹിച്ച കാര്യത്തിൽ നിന്നും സന്തോഷം ലഭിക്കാതെ വന്നപ്പോൾ നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്നു. ഒന്നുകിൽ ശീതവാനായിരിക്കുക, അല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കൂ. നിനക്ക് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമോ? വചനമനുസരിച്ച് ജീവിക്കുക. എൻ്റെ ജീവിതത്തിൽ അതാണ് ഞാൻ ചെയ്തത്. ഞാൻ 18-ാമത്തെ വയസ്സിലാണ് രക്ഷിക്കപ്പെട്ടത്. പിന്നെ ഞാൻ പിറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വീണും എഴുന്നേറ്റും ഉള്ളതായിട്ടുള്ള ഭക്തിയല്ല. 3 മാസം നല്ലതായിട്ട് ജീവിച്ചു, 3 മാസം പിന്നെ വീണുപോയി, 3 മാസം സഭയിൽ വന്ന് പിന്നെ വരാതിരുന്നിട്ട് പിന്നെ എനിക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല, ജോലി ചെയ്യണമെന്ന് പറഞ്ഞ ജോലിക്ക് പോയി, അയ്യോ ദൈവം വിളിക്കുന്നു പറഞ്ഞിട്ട് വീണ്ടും ജോലി കളഞ്ഞിട്ട് തിരിച്ചു വരുന്നു. ഇങ്ങനെയുള്ളതല്ല. ഞാൻ യേശുവിനോടൊപ്പം പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. പിന്തിരിഞ്ഞു പോകില്ല. യൗവനക്കാരാ, സഹോദര, സഹോദരി, നിന്റെ ജീവിതത്തെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കൂ. അല്പസ്വല്പമുള്ള ഭക്തിയല്ല. എന്താണ്? അല്പസ്വല്പമുള്ള വിശ്വാസമല്ല. പരീക്ഷയിൽ 1 മാർക്ക് കുറഞ്ഞു പോയെന്ന് പറയുന്നവരെ കേട്ടിട്ടില്ലേ? 1 മാർക്ക് കുറഞ്ഞാൽ അത് പാസ്സാണോ ഫെയിലാണോ? എന്താണ്? ഫെയിലാണത്. ഞാൻ എല്ലാ വിഷയത്തിലും കറക്റ്റ് ആയിരിക്കുന്നു, ഇത് മാത്രം കളയാൻ പറ്റുന്നില്ല, ഇതൊന്നും മാത്രം കളയാൻ പറ്റുന്നില്ല ഒരാൾ പറഞ്ഞു. ഒരുപാട് ആളുകൾ എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പറയാറുണ്ട്. തലനരച്ച ആളുകൾ, പ്രായമുള്ള ആളുകൾ വന്ന് പറയുമ്പോൾ അവരോട് എന്ത് മറുപടി പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നതേയില്ല. എല്ലാം ഉപേക്ഷിക്കാൻ കളഞ്ഞു, എന്നാൽ എനിക്ക് സിഗരറ്റ് വലി മാത്രം ഉപേക്ഷിക്കാൻ കഴിയുന്നില്ലെന്ന് പറയുന്നു. 3 ഇഞ്ച് നീളമുള്ള സിഗരറ്റ് 6 അടി നീളമുള്ള മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. ഈ ഒറ്റ സിഗരറ്റ് വലി കാരണം സ്വർഗത്തിൽ പോകാൻ കഴിയുമോ? എല്ലാം ഞാൻ വിട്ടുകളയാനിടയായി. എന്നാൽ ഒരു പെൺകുട്ടിയുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്, അവളെ എനിക്ക് വിട്ടുകളയാൻ കഴിയില്ല, അതുപോലെ ഭാര്യയെയും. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരാളെന്ന് പറഞ്ഞു. എങ്ങനെ സാധിക്കും? അത് സാധിക്കില്ല. അവളോട് അനീതി ചെയ്യുകയില്ലേ, അതുകൊണ്ട് അത് ഉപേക്ഷിക്കണം. അന്യായം ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ഉപേക്ഷിക്കണം, അത് വിട്ടുകളയണം. വേണമെങ്കിൽ സഹായിക്കാം, വേണമെങ്കിൽ ചിലവിന് വേണ്ടി പണം അയച്ചു കൊടുക്കാം. എന്നാൽ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അവിഹിതമായ ബന്ധം ഉണ്ടായിരിക്കുവാൻ പാടില്ല എന്നതാണ്. എന്നാൽ ഈ കാലത്തുള്ളവർ മനസ്സിൽ ഏതെങ്കിലും ഒന്ന് പിടിച്ചിരിക്കും. ഇത് മാത്രം ഞാൻ വിട്ടുകളയില്ല, ഇത് മാത്രം ഞാൻ ഉപേക്ഷിക്കില്ല. നീ സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമായി ഒരു മുറിപിടിയായാലും മതി. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മതി എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ കടുകുമണിയോളം പാപം നിന്നിലുണ്ടെങ്കിൽ നിനക്കൊരിക്കലും സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല. നമ്മുടെ തെറ്റുകളെ നാം ഏറ്റുപറയണം. നിന്നെ തണുപ്പിക്കുന്നത് എന്താണ്? ശീതോഷ്ണവാനാക്കുന്നത് എന്താണ്? നിന്നെ മരപ്പിക്കുന്നത് എന്താണ്?
ഇങ്ങനെയുള്ള മീറ്റിംഗിൽ കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും കർത്താവേ, എന്റെ ജീവിതം നിനക്കായിട്ട് സമർപ്പിക്കുന്നു കർത്താവേ എന്നൊക്കെ വലിയ പ്രാർത്ഥന പ്രാർത്ഥിക്കും. ആ ഗേറ്റ് വിട്ട് വെളിയിൽ ഇറങ്ങിയാൽ പിന്നെ പഴയ കൂട്ടുകാരൻ വന്ന് വിളിക്കുകയാണെങ്കിൽ വാടാ പോകാം, ആ ശരി ഞാനും വരാം. അതെന്താണ്? ഇവിടെ നല്ല ഉഷ്ണവാനായിട്ട് അവിടെ ചെന്ന് ശീതവാനായിരിക്കുന്നു. ഞാൻ വരില്ലടാ, ഞാൻ കർത്താവിനോട് സമർപ്പണം ചെയ്തു, ഞാൻ വരില്ല. ശരി, വരില്ലെങ്കിൽ നമുക്ക് ചായ കുടിക്കാം. ചായയും വേണ്ട, കോഫിയും വേണ്ട, പോകൂ, നീ പൊക്കോ. നിന്നെ ശീതവനാക്കുന്നത് നിന്റെ ഫ്രണ്ടാണോ, നിന്റെ സെൽഫോണാണോ? പറയൂ. ഇന്നു തന്നെ നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ നല്ലവരാണ്. ഞാൻ കണ്ടതാണല്ലോ, നല്ലവണ്ണം പാട്ട് പാടുന്നുണ്ട്, നല്ലവണ്ണം ആരാധിക്കുന്നുണ്ട്, നല്ലവണ്ണം കരങ്ങൾ അടിക്കുന്നുണ്ട്, നല്ലവണ്ണം ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം നല്ലതായിരിക്കുന്നു. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ അറിയുന്നു, നിന്റെ പ്രവൃത്തികൾ അറിയുന്നു, ഞാൻ നിന്നെ അറിയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, നിന്റെ സ്നേഹം ഞാൻ അറിയുന്നു. ബാക്കിയുള്ള സഭക്കാരോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ സ്നേഹം ഞാൻ അറിയുന്നു, നിന്റെ ഉണർവിനെ ഞാൻ അറിയുന്നു. എന്നാൽ നിനക്ക് ഒരു കുറവുണ്ട്, ഒരു കുറവ് ഞാൻ നിനക്ക് കാണുന്നു. യൗവനക്കാരൻ പറഞ്ഞു, ഞാൻ ബാല്യം മുതലേ ന്യായപ്രമാണം അനുസരിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്. ദൈവത്തെക്കാൾ കൂടുതൽ നീ എന്തിനെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, അതാണ് നിന്റെ കുറവ്. മനസ്സിലായോ? ഇന്ന് നിങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് ആലോചിക്കൂ. നിങ്ങൾ യഥാർത്ഥമായും ഉഷ്ണവാൻ ആണോ? നിങ്ങളുടെ വിശ്വാസം ഒരേ ലെവലിൽ ആണോ? ഒരു ദിവസം കൂടുതലായിട്ട്, ഒരു ദിവസം കുറഞ്ഞ്, അങ്ങനെയാണോ പോകുന്നത്? ഒരു ദിവസം നല്ല ഉണർവോടുകൂടി, മറു ദിവസം അയ്യോ. ഒരു ദിവസം നല്ലതായിട്ട് പ്രാർത്ഥിക്കും, അടുത്ത ദിവസം അയ്യോ. അങ്ങനെയാണോ ഉള്ളത്? എപ്പോഴും നിങ്ങൾ ഓർക്കുക, ക്രിസ്തീയ വിശ്വാസം സെൽഫ് ജനറേറ്റഡ് ആണ്. നാം തന്നെ ജനറേറ്റ് ചെയ്യുകയാണ്, ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അല്ലാതെ കീ കൊടുക്കുന്ന പാവയല്ല. കീ കൊടുക്കുമ്പോൾ കൊച്ചുകുട്ടികളുടെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? കീ കൊടുത്താൽ ടക 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 ടക, പിന്നെയും കീ കൊടുത്താൽ ടക 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 ടക. എന്താണ്? ക്രിസ്ത്യാനി ഒരു കളിപ്പാവ അല്ല, സെൽഫ് സപ്പോർട്ടഡ്. നിന്നിൽ തന്നെ ആ ശക്തിയുണ്ട്, നിന്നിൽ പരിശുദ്ധാത്മാവുണ്ട്, നിന്നിൽ ദൈവത്തിന്റെ ശക്തിയുണ്ട്. ആരും നിന്നെ തള്ളേണ്ട കാര്യമില്ല, നിന്നെ ഉപദേശിക്കേണ്ട കാര്യമില്ല. നിന്റെ മനസ്സാക്ഷി ഉണർന്നിരിക്കുന്നു. നിന്നുള്ള പരിശുദ്ധാത്മാവ് പറയും, എഴുന്നേൽക്കൂ, പ്രാർത്ഥിക്കൂ. ഒരു യൗവനക്കാരന്റെ മുറിയിൽ എനിക്കൊരു ദിവസം കാണുവാനിടയായി. ആ പയ്യന്റെ മുറിയിൽ കട്ടിലിന്റെ എതിരായിട്ട് ഇങ്ങനെ ഒരു വചനം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് വാക്യമാണെന്ന് അറിയാമോ? നീ ഉറങ്ങുന്നത് എന്ത്, എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. എന്താണ് ഉറങ്ങുന്നതെന്ത്? അതിനുവേണ്ടി അമ്മ വന്നിട്ട് അവനെ തട്ടി എഴുന്നേൽപ്പിക്കേണ്ട. വചനം അവിടെ തന്നെ അവൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് കണ്ടാൽ മതി. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏതു സമയത്തും അതാണ് ദാവീദ് പറയുന്നത്, നിന്റെ മുൻപിൽ പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനത്തെ ഞാൻ എപ്പോഴും എന്റെ ഹൃദയത്തിൽ എന്താണ് സംഗ്രഹിച്ചിരിക്കുന്നു എന്ന്. ദൈവത്തിന്റെ വചനം നിന്നെ ബലപ്പെടുത്തുവാൻ ഇടയാകും. അത് നിന്നെ സഹായിക്കും, നിന്നെ ആശ്വസിപ്പിക്കും, നിനക്ക് ശക്തി നൽകും, നിനക്ക് മുന്നറിയിപ്പ് നൽകും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വായിക്കുക, കേൾക്കുക. അപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകും. അതിന്റെ അടുത്ത വചനം നമുക്ക് നോക്കാം, അത് വായിച്ചിട്ട് അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 3:19 വാക്യം, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക എന്നെഴുതിയിരിക്കുന്നു. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീ ജാഗ്രതയോടെ ആയിരിക്കുക. നിന്നെ എന്തിനാണ് ഞാൻ ശാസിക്കുന്നത്? നീ വീണുപോകാൻ വേണ്ടി, തെറ്റായി പോകുന്നതിന് വേണ്ടി അല്ല, നീ തകർന്നു പോകുവാനല്ല. നിന്റെ തെറ്റുകൾ നിനക്ക് പറഞ്ഞു മനസ്സിലാക്കി നിന്നെ നേരായ വഴിയിൽ കൂടി നിന്നെ ഉപദേശിച്ച് നടത്തുന്നതിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ശാസനകളും ശിക്ഷകളും നല്ല മരുന്നുകളാണ്. അതിന് നല്ല കയ്പുണ്ടായിരിക്കാം, എന്നാൽ അത് നമുക്ക് നന്മ ചെയ്യും. നിങ്ങൾ പാവയ്ക്ക തിന്നുമോ? പാവയ്ക്ക തിന്നുന്നവർക്ക് വയറ്റുവേദന വരില്ലെന്നാണ് പറയുന്നത്. പാവയ്ക്ക തിന്നുന്നവർക്ക് വയറ്റിൽ കൃമി കാണത്തില്ല, ഷുഗർ കൺട്രോൾ ആകും. എന്നാൽ നല്ല മധുരമാണെന്ന് പറഞ്ഞ ഷുഗർ മാത്രം തിന്നാൽ വയറ് നിറച്ച് കൃമി ഉണ്ടാകും, ശരീരം മുഴുവൻ ഷുഗർ ഉണ്ടാകും. അതുകൊണ്ടെന്താണ്, ചില സമയത്ത് കയ്പുള്ള ചിലത് ദൈവം നിന്നെ തീറ്റിക്കുവാൻ ഇടയാക്കും. ആരെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ നാം ഇഷ്ടപ്പെടില്ല, നമ്മുടെ തെറ്റുകൾ വിളിച്ചു പറഞ്ഞാൽ നാം ഇഷ്ടപ്പെടില്ല. എന്നാൽ ശാസന അംഗീകരിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. നീതിമാന്റെ ശാസന എനിക്ക് തലയ്ക്ക് തൈലം പോലെയാകുന്നു. ദൈവത്തിന്റെ വചന ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഒരു നിമിഷം ചിന്തിക്കുക. ഒരു യൗവനക്കാരനായിരുന്ന ജയ്പോൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ എത്രയോ ആളുകൾക്ക് അനുഗ്രഹമായി. ഇവിടെ യൗവനക്കാരായിരിക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ
എത്രയോ ആളുകൾക്ക് ഏതെല്ലാം രീതിയിൽ അനുഗ്രഹമായി തീരുമെന്ന് ചിന്തിക്കുക. യൗവനക്കാർ ഇടറി വീഴുമെന്ന് ബൈബിളിൽ പറയുന്നു. എന്താണ് ക്രമമായ ദൈവസഭയിൽ വരാത്തത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയാനിടയാകും, ബൈബിൾ തന്നെ പറയുന്നുണ്ടല്ലോ യൗവനക്കാരൻ ഇടറി വീഴുമെന്ന്. ഇടറി വീഴുമെന്ന് പറയാനുണ്ട്. എന്നാൽ എല്ലാ യൗവനക്കാരും കറക്റ്റായിട്ട് ഇടറി വീഴണം, തെറ്റായ കാര്യങ്ങളെല്ലാം ചെയ്യണം, തീർച്ചയായിട്ടും മദ്യപിക്കണം, അമ്മയെയും അപ്പനെ അനുസരിക്കരുത്, എങ്കിലേ മാനസാന്തരപ്പെടൂ എന്നുണ്ടോ? ഇല്ല. യൗവനപ്രായത്തിൽ പിശാച് പരീക്ഷിക്കും. എന്നാൽ പരീക്ഷയിൽ ജയിക്കുന്നവൻ ഭാഗ്യവാൻ. യൗവനക്കാരാ, യൗവനപ്രായമാണല്ലോ ഇങ്ങനെയായിത്തീരും എന്നൊക്കെ പറഞ്ഞ ഒരിക്കലും നീ ഒഴിവുകഴിവ് പറഞ്ഞ് നടക്കരുത്. ഇപ്പോൾ നീ യുവാവായിരിക്കുമ്പോൾ തന്നെ ലോകത്തെ ജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രായം ചെന്നിട്ടും നിനക്ക് ലോകത്തെ ജയിക്കാൻ കഴിയില്ല. ചില സമയത്ത് പ്രായമുള്ള ആളുകൾ വന്നിട്ട്, ദൈവദാസ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്താണ് നിങ്ങളുടെ പ്രശ്നം? വ്യഭിചാര ചിന്തകൾ വരികയാണ്, ഉറക്കം വരുന്നില്ല. അത്ര പ്രായമുള്ള വ്യക്തിയാണ് പറയുന്നത്, ഓർക്കണം. എന്താണ്? യൗവനകാലത്ത് ആ ചിന്തകളെ ജയിക്കാൻ കഴിയാത്തതുകൊണ്ട് അത് കൂടുവെച്ച് ഹൃദയം നിറച്ച് ചിന്തകൾ ഉണ്ടാകാനിടയായത്. യൗവനകാലത്ത് നിന്റെ ഹൃദയം ദൈവത്തിന് കൊടുക്കാമോ, നിന്റെ ജീവിതത്തിൽ പാപത്തെ ജയിക്കുവാൻ കഴിയും. എത്രയോ കുടുംബങ്ങളിൽ ഈ ദിവസം മുതിർന്ന ആളുകൾ, കുട്ടികൾക്ക് മാതൃകയായിരിക്കേണ്ടവർ, കുട്ടികൾക്ക് ചീത്ത മാതൃകയാകുന്നു. എൻ്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വരുന്നതിൽ പകുതിയിൽ കൂടുതൽ ആളുകളും, ചിലർ മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു വരുന്നു. ചില കുട്ടികൾ വന്നിട്ട് ഞങ്ങളുടെ മാതാവിനും പിതാവിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. ഞങ്ങളുടെ പിതാവ് വഴക്കുണ്ടാക്കുന്നു, മാതാവ് വഴക്കുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് രക്ഷകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അനേകരുണ്ട്. നിങ്ങൾ മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയായിരിക്കുക. നിങ്ങളുടെ ടീനേജ് പ്രായം കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ യൗവന പ്രായം കഴിഞ്ഞിരിക്കുന്നു, ഇതുകൊണ്ടൊന്നും എനിക്കൊരു സന്തോഷവും ലഭിക്കുന്നില്ല എന്ന് പറയുന്ന നാൾ വരും മുമ്പേ, നിന്റെ പല്ലുകളെല്ലാം കൊഴിഞ്ഞു പോകുന്നതിന് മുൻപേ, നിന്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുൻപേ, നിന്റെ കൈക്കും കാലിനും വേദന വന്നിട്ട് നടക്കുവാൻ കഴിയാതിരിക്കുന്നതിന് മുൻപേ, നീ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെ നിന്റെ യൗവനകാലത്ത് നീ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം നമ്മെ എല്ലാവരെയും ആത്മീയമായി തണുത്തുറഞ്ഞ അവസ്ഥയിൽ നിന്നും, എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും തന്നെ വിശ്വാസത്തിൽ ഉണർവോടുകൂടെ തീക്ഷ്ണതയോടുകൂടി നിൽക്കുന്ന വ്യക്തികളാണെന്ന്. കാരണം തണുത്തുറഞ്ഞവർ ഇവിടെ വരില്ല. എന്നാൽ ഇവിടെ അനേകം ആളുകൾ ശീതോഷ്ണവാനായിട്ട് ഉണ്ട്. ഉഷ്ണവാനായിട്ടിരിക്കുന്നവൻ നാളെ ശീതോഷ്ണവാനാകാൻ സാധ്യതയുണ്ട്. ഗർവിക്കേണ്ട. ഒരുവൻ നിൽക്കുന്നുവെന്ന് പറയുന്നുവെങ്കിൽ വീണുപോകാതെ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് പറയുന്നു. ഞാൻ എല്ലാം തികഞ്ഞവനായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നില്ല. പൗലോസ് വലിയ ശുശ്രൂഷ ചെയ്തിട്ട് വന്ന് പറയുകയാണ്, ഞാനിപ്പോൾ തന്നെ പൂർണ്ണനായി എല്ലാം തികഞ്ഞവനാണെന്ന് ഞാൻ പറയുന്നില്ല. പിൻപിലുള്ളത് മറന്നുകൊണ്ട് മുൻപിലുള്ള ലാക്കിലേക്ക് വേഗത്തിൽ ഓടുകയാണ്. ലക്ഷ്യത്തിലേക്ക് ഞാൻ ഓടുകയാണ്. 2 തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ വാർദ്ധക്യ സമയത്ത് താൻ രക്തസാക്ഷിയാകാൻ പോകുന്നതിന് മുൻപ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്താണ്? ലോകത്തിലെ പേരും പ്രശസ്തിയുമല്ല. എന്റെ ദൈവം എനിക്ക് വേണ്ടി ജീവകിരീടം നൽകും. ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന്റെ കയ്യിൽ പ്രതിഫലം ഉണ്ടെന്നാണ്. ശമ്പളത്തിന്റെ പേ സ്ലിപ്പ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പകരമായി അവൻ ശമ്പളം നൽകും. ലോകം തരുന്ന ശമ്പളമല്ലത്. അതെത്ര വലുതാണ്! സ്വർഗീയ അനുഗ്രഹങ്ങൾ. ഈ ദിവസം കഷ്ടതയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ശോധനകളുണ്ട്, ഞെരുക്കങ്ങൾ ഉണ്ട്, രോഗങ്ങളുണ്ട്, പ്രതികൂലങ്ങൾ ഉണ്ട്. എല്ലാവരും എന്നോട് പോരാടുന്നു, എല്ലാവരും എനിക്കായി തിരിഞ്ഞിരിക്കുന്നു. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് നിന്റെ ജീവിതത്തിലെ ഭക്തിയിൽ നീ തണുത്തു പോകാൻ പാടില്ല. നീ തണുത്തു പോകരുത്. ദൈവമുഖത്തേക്ക് നോക്കൂ. നിന്റെ ചുറ്റും പ്രതികൂലം ഉണ്ടായിരിക്കുമ്പോൾ നിനക്കൊരു അപായവും വരാതെ അവൻ നോക്കും. നിന്റെ വലതുവശത്ത് 10,000 വീണാലും നിനക്കൊരു നാശവും വരാതെ നോക്കും. നിന്റെ ദുഃഖങ്ങളെല്ലാം അവൻ മാറ്റും. നിന്റെ കണ്ണുനീരെല്ലാം അവൻ തുടയ്ക്കും. നിന്റെ പാപമെല്ലാം അവൻ ക്ഷമിക്കും. ദയവുചെയ്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും ഇത് കേട്ടുകഴിഞ്ഞിട്ട് വെറുതെ കിടന്നുറങ്ങരുത്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കുക. നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിപ്പിച്ചിട്ട്, കർത്താവേ, ഇന്നു മുതൽ നിനക്ക് വേണ്ടി യോഹന്നാനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അവൻ ആളിക്കത്തുന്നതായ തീയാകുന്നു, അഗ്നി ജ്വാലയാകുന്നുവെന്ന്. ഇന്ന് പുറമെയുള്ള ദേശത്തിന് നടുവിൽ ജനത്തിന് ഇടയിലായിട്ട്
ഞാൻ പ്രകാശിക്കണം, ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. എല്ലാവരും കള്ളം പറഞ്ഞാലും ഞാൻ പറയില്ല, എല്ലാവരും സിനിമ കണ്ടാലും ഞാൻ കാണില്ല, എല്ലാവരും കൈക്കൂലി വാങ്ങിയാലും ഞാൻ വാങ്ങില്ല, മറ്റുള്ളവർ വഞ്ചിച്ചാലും ഞാൻ വഞ്ചിക്കില്ല, എല്ലാവരും കള്ളം പറഞ്ഞാലും ഞാൻ കള്ളം പറയില്ല, എല്ലാവരും സിഗരറ്റ് വലിച്ചാലും ഞാൻ സിഗരറ്റ് വലിക്കില്ല. ഞാൻ എല്ലാവരും പോലെയുള്ളവനല്ല, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും, കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുവാനിടയാകും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മാത്രമേ യഥാർത്ഥ ക്രിസ്ത്യാനിത്വം ഈ ലോകത്തിൽ മനുഷ്യർ തിരിച്ചറിയൂ. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാവരെയും പ്രകാശിപ്പിക്കുവാൻ, വെളിച്ചമാക്കാൻ, പ്രകാശിക്കുന്ന ജ്യോതിസുകളെ പോലെ ആക്കി തീർക്കുവാൻ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിന്നെ ശീതോഷ്ണവാനാക്കി മാറ്റുന്ന പാപങ്ങൾ എന്താണ്, സാഹചര്യം എന്താണ്, എങ്ങനെയുള്ള സാഹചര്യമാണെങ്കിലും ദൈവം ഇന്ന് നിന്നെ പ്രകാശിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നീ വായ് തുറന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ ശീതോഷ്ണത്തിന്റെ അവസ്ഥയിൽ നിന്ന് വിടുവിച്ച് നിന്റെ നാമത്തിനായി ഉണർവുള്ള ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമെന്ന് കർത്താവിനോട് വായ് തുറന്ന് പ്രാർത്ഥിക്കാം. ശോധനകളിൽപ്പെട്ട് അബദ്ധത്തിൽ ഞാൻ പാപം ചെയ്യുവാനിടയായി. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പിശാചിന് ഞാൻ ഇടം കൊടുത്തിട്ടുണ്ട്, കാണുവാൻ പാടില്ലാത്തത് കണ്ടിട്ടുണ്ട്, എൻ്റെ മനസ്സിനെ മലിനമാക്കിയിട്ടുണ്ട്, സംസാരിക്കാൻ പാടില്ലാത്തത് സംസാരിച്ച് എൻ്റെ ആത്മീയ ജീവിതത്തിൽ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട്. ഈ ദിവസം നീ എന്നോട് ക്ഷമിക്കണമേ, എന്നെ വീണ്ടും ഒരിക്കൽ കൂടി എഴുന്നേൽപ്പിക്കണമേ, എന്നെ ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കണമേ. ഇന്നു മുതൽ നീ വരുന്നത് വരെയും ഞാൻ ആളിക്കത്തുന്ന അഗ്നിജ്വാലയായിട്ട് പ്രകാശിക്കുവാൻ. നിങ്ങൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് നീ പറഞ്ഞുവല്ലോ. എൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കണമേ. എല്ലാവരും വായ് തുറന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന നിന്റെ മക്കളെ നീ നോക്കണമേ. എല്ലാ ഹൃദയത്തിൽ നിന്നും വരുന്നതായ തേങ്ങലുകൾ കേൾക്കണമേ. ഞങ്ങളുടെ നെടുവീർപ്പുകളെ കേൾക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സബലീകരിക്കണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങളെ നീ പരിഹരിക്കണമേ. ഞങ്ങളുടെ ഞെരുക്കത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. തണുത്തുപോയ സ്ഥിതിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. വീണുപോയി കർത്താവെ എഴുന്നേൽപ്പിക്കണമേ. തളർന്നുപോയി കർത്താവെ എഴുന്നേൽപ്പിക്കണമേ. നിരാശയിലായിരിക്കുന്ന കർത്താവെ ആശ്വസിപ്പിക്കണമേ. കടഭാരത്തിൽ രോഗത്തിലായിരിക്കുന്ന കർത്താവെ ആശ്വസിപ്പിക്കുമാറാകണമേ. പ്രായമുള്ളവരെ നീ കാക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ കാക്കണമേ. വാർദ്ധക്യത്തിലായി രോഗത്തിൽ ആയിട്ട് മക്കൾ അനുഗ്രഹം പ്രാപിച്ചിട്ടില്ല, മക്കളുടെ ജീവിതത്തിൽ നന്മ വന്നിട്ടില്ല, മക്കൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണുനീരൊഴുക്കുന്നതായ വൃദ്ധ മാതാപിതാക്കളെ ഈ ദിവസം നീ ദർശിച്ച് അവരുടെ കണ്ണുനീരിന്റെ മറുപടിയായിട്ട് അവരുടെ മക്കളെയും മക്കളുടെ മക്കളെ നീ മാറ്റണമേ, അനുഗ്രഹിക്കണമേ പിതാവേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.